നമസ്കാരം, നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചമ്മന്തിപ്പൊടി റെസിപ്പിയുമായിട്ടാണ്. നല്ല ഉണക്കമീൻ വെച്ചുള്ള ചമ്മന്തിപ്പൊടി. നെത്തോലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെത്തോലി അല്ലെങ്കിൽ കൊഴുവ മീൻ എന്നൊക്കെ പറയും. നല്ല ഉണക്കമീൻ വെച്ചുള്ള ഒരു ചമ്മന്തിപ്പൊടി ഇഷ്ടമല്ലാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ചമ്മന്തിപ്പൊടി റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ആ ഒരു ഡ്രൈ ഫിഷും പിന്നെ തേങ്ങയ്ക്കും പുറമെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി, ഒരു 4 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അത് ഫ്ലേവർ അനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 8 വറ്റൽമുളക് എരിവിന് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ വാളം പുളി, നമ്മുടെ സാദാ പുളിയും കുറച്ച് കറിവേപ്പിലയും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ആ തേങ്ങയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. തേങ്ങ അത് ഒരു ഫുൾ തേങ്ങയും എടുത്തിട്ടുണ്ട്, തിരുകി വെച്ചിരിക്കുന്നതാണ്. അതേപോലെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉണക്കമീൻ നമ്മുടെ നെത്തോലി അല്ലെങ്കിൽ കൊഴുവ മീൻ എന്ന് പറയും. ഇത് വളരെ ചെറിയൊരു നെത്തോലിയാണ്. അപ്പോൾ കിട്ടുന്ന വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ തലയുടെ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം. പക്ഷേ ഇത് വളരെ ചെറുതാണ്, കാണുമ്പോൾ തന്നെ അറിയാലോ, വളരെ ചെറുതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കഴുകി അതിലെ വെള്ളം മൊത്തം നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് അത് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ അതിന് ശേഷം അതിനെ ഉണക്കി വെച്ചേക്കുന്നതാണ് ഈ ഒരു ഡ്രൈ ഫിഷ്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ചമ്മന്തിപ്പൊടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. അത് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നല്ലൊരു ഗോൾഡൻ കളറിലാക്കി വേണം നമുക്കിത് എടുക്കാനായിട്ട്. ആ തേങ്ങയുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി അതൊന്ന് വറുത്ത് തുടങ്ങുന്ന ഒരു സമയം, ഒരു കളർ ഒന്ന് മാറി ഒരു യെല്ലോ കളറിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പുളിയെ ഒരു 4-5 പീസാക്കി ചെറുതാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും ഒന്ന് ചൂടായി വരും. കാരണം നമ്മൾ എല്ലാം ചേർത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഇതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പുളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്ത് അതൊന്ന് ഒരു ചെറിയ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മാറുന്ന ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമീൻ കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് നിർത്താതെ ഇളക്കി കൊടുക്കണം. കാരണം നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കരിയാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ഉണക്കമീനും ആ തേങ്ങയും എല്ലാം ഒരേപോലെ കളറിൽ ആയി കിട്ടും. അതിന് വേണ്ടിയാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ ഒരു ഉണക്കമീനും തേങ്ങയും ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായി അത് ഏകദേശം നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു വറ്റൽമുളക് അതുകൂടി ഒരു 2 പീസൊക്കെ ആക്കി എങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വറ്റൽമുളകാണ് നമുക്ക് എരിവ് തരുന്നത്. അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല മണം കിട്ടും. ഇത് നമ്മുടെ ആ ഒരു ചമ്മന്തിപ്പൊടിക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചാണ് ഞാൻ ഈ വറ്റൽമുളക് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ വറ്റൽമുളകിന് പകരം മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവ് എത്രയാണോ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ മുളക് പൊടിക്ക് പകരം വറ്റൽമുളക് ഡയറക്റ്റാണ് ഈ ഉണക്കമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ അത് പൊടിച്ച് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരേ കളറിൽ ആയി വരും. അതിനുശേഷം ഒന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രം നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ പൊടിക്കാനായിട്ട് ഇതുപോലെ ചെറിയ ജാറിലാണ് എടുക്കുന്നത്. അത് 2 ട്രിപ്പായിട്ട് നമുക്ക് 2-3 ട്രിപ്പായിട്ട് പൊടിക്കാം. അത് ഒരുപാട് അങ്ങ് അരച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത്, ഒന്ന് ക്രഷ് ചെയ്താണ് എടുക്കേണ്ടത്. ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അത് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. ഒരുപാട് അങ്ങ് പൗഡർ ആവുന്നതിനും കുറച്ച് തരിയായിട്ട് കിടക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കണം. ഈ സമയത്ത് നിങ്ങളിത് ടേസ്റ്റ് ചെയ്ത് കൂടി നോക്കണം. ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന്
ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എരിവെങ്ങാനും ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് വറുത്തിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ അതിലെ പച്ചമണം വരും. ഓക്കെ, ഇതിലിപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്, അത് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ്. 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം തണുക്കണം. തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾക്കിത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ദിവസം വരെ ഇത് നമുക്ക് വെച്ചിരുന്ന് യൂസ് ചെയ്യാം. നമ്മുടെ സാധാരണ ചമ്മന്തിപ്പൊടി പോലെ തന്നെ ഉണക്കമീനോ ചെമ്മീനോ കൂടി ചേർത്ത് നമുക്കിതുപോലെ ചമ്മന്തിപ്പൊടി റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.